പറ്റിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേറൊന്നും പറയണ്ട എന്ന് ഞാൻ വിചാരിക്കണം. നമുക്ക് തന്നെ ഒരു പ്രശ്നത്തിൻ്റെ രീതി ഉണ്ടാവും. പിന്നെ ഒന്നാമത് നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് സീബ്ര ലൈന് ക്രോസിങ് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അപ്പോഴത്തെ ഒരു അത്യാവശ്യം വിലയോ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പലവട്ടം അങ്ങനെ പറയും പട്ടിയുടെ വിലയും കൂടിയില്ല, അല്ലെങ്കിൽ നായയുടെ വിലയും കൂടിയില്ല. എന്നാൽ ഈ മൃഗങ്ങൾക്ക്, നമ്മൾ പറയുന്ന മൃഗങ്ങൾക്ക് സകലവിധ എന്താ പറയുക വിലയും പരിഗണനയും നമ്മളെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയാൻ നല്ല പഠിപ്പാവുക. ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ആ കുട്ടിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ കുട്ടി പഠിക്കാതെ ഈ മതത്തിൻ്റെ കാര്യങ്ങളും തലയിൽ മക്കനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്ന ആ കുട്ടിക്ക് ഇനി എങ്ങനെ പഠിപ്പുണ്ടാവുക? അപ്പോൾ ഇതൊക്കെ കുറേ തീരുമാനങ്ങളൊക്കെ നല്ല തീരുമാനം തന്നെയാണ്. അതിനോട് എനിക്ക് നല്ല യോജിപ്പുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ KSRTCയുടെ മുന്നിലൊരു കുപ്പി വെള്ളം വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ നമസ്കാരം. ഇനി ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കണില്ല, ഒരു 10 മിനിറ്റ് അതിൽ കൂടുതൽ കൂടിയ ഇന്ന കുറ്റം പറയരുതേ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദത്തിന് എതിരെ ഹോണ് പറയുമ്പോൾ തന്നെ ആകെ ഇടങ്ങാറാവുക. അപ്പോൾ ഇന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറ് കുറേ ഹോണുകൾ പിന്നെ റോഡിൽ റോഡ് റോളർ വെച്ചിട്ട് അത് നശിപ്പിക്കുകയുണ്ടായി. അത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതാർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ എന്നറിയില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടി ഞാനിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മാത്രം ചിന്ത കേട്ടോ, എല്ലാവർക്കും ആ ചിന്ത ഉൾക്കൊള്ളണം എന്നില്ല. അപ്പോൾ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നിപ്പോൾ ദീപാവലിയും കൂടിയല്ലേ. അപ്പോൾ രാവിലെ ഒരു 9-10 മണിക്ക് നമ്മുടെ മണ്ണാർക്കാട് വന്നപ്പോൾ പിന്നെ ലോറി ഡ്രൈവർമാരും അതേപോലെ തന്നെ ബസ് പിന്നെ KSRTC പ്രൈവറ്റ് കാറ് അതൊക്കെ ഇങ്ങനെ ഇതേപോലെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഇവർ ഒരു ദിവസം ഒന്ന് പണി മുടക്കി കഴിഞ്ഞാൽ, ഒരു ദിവസം അല്ലെങ്കിൽ 10 ദിവസം നമ്മുടെ കേരളത്തിൽ ഒന്നായിട്ടൊന്ന് പണി മുടക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്. കാരണം കൂടുതലും ലോറി ഡ്രൈവർമാർ ചെയ്യണത് അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, അത് പച്ചക്കറി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റോഡിൽ ഒരു മര്യാദയോ ഒരു വിലയോ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പലവട്ടം അങ്ങനെ പറയും പട്ടിയുടെ വിലയും കൂടിയില്ല, അല്ലെങ്കിൽ നായയുടെ വിലയും കൂടിയില്ല. എന്നാൽ ഈ മൃഗങ്ങൾക്ക്, നമ്മൾ പറയുന്ന മൃഗങ്ങൾക്ക് സകലവിധ എന്താ പറയുക വിലയും പരിഗണനയും നമ്മളെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് അതുപോലും കിട്ടുന്നില്ല എന്നാണ്. കാരണം ഇവരാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ തീറ്റി പോറ്റിയിട്ട് ഭക്ഷണ സാധനങ്ങൾ എല്ലാതും, ഒരു വീട്, എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇവർ ഒരു 10 ദിവസം വരെ മാത്രം എന്താ പറയുക പണി മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും തീരും. കാരണം നമ്മളൊക്കെ ഇപ്പോൾ എന്താ അറിയോ, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് ഒരു ചൊല്ലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ രാവിലത്തെ ഒരു വാർത്ത, പിന്നെ STPIയുടെ ആംബുലൻസ് DYFIക്കാർ തകർത്തു. അതിന് പകരമായിട്ട് ഇവർ തിരിച്ചും പിന്നെ അവരുടെ ആംബുലൻസ് കത്തിച്ചു എന്നുള്ളത്. അപ്പോൾ പ്രതികാരം, വൈരാഗ്യം, ഇതാണിപ്പോൾ നമ്മുടെ കേരളത്തിൽ പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരാളെ വെട്ടിക്കൊല്ലുക, മറ്റൊരാളെ ആ വെട്ടിക്കൊന്ന പാർട്ടിയുടെ എതിർ പാർട്ടി വെട്ടിക്കൊല്ലുക. അപ്പോൾ ഇവിടെ ഇതിന് മുന്നേ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, വെട്ടിക്കൊല്ലൽ ഇപ്പോൾ സാധാരണ ഒരു സംഭവമൊന്നും അല്ല നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ചോരക്കളിയായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ എന്തൊക്കെ ചെയ്ത് തീർക്കും എന്നറിയില്ല. പ്രത്യേകിച്ച് വാശി, വൈരാഗ്യം, പ്രതികാര ബുദ്ധിയാണിപ്പോൾ. അല്ലാതെ ഇപ്പോൾ ആർക്കും ചിന്താബുദ്ധിയിലല്ല നടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. കാരണം ഇപ്പോൾ പറഞ്ഞിട്ടും അവരിപ്പോൾ ആ വഴിക്ക് നടക്കില്ല. കാരണം ഒക്കെ പിന്നെ റേഞ്ച് പോയ മൊബൈലിൻ്റെ പോലെയാണ്. കാരണം
ചിലപ്പോൾ നല്ല റേഞ്ച് ആവും, ഇല്ലെങ്കിൽ റേഞ്ച് പറ്റ പോവും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയ ചോരക്കളി ഏകദേശം നിർത്താനായിരുന്നു. പിന്നെ നമ്മൾ കേൾക്കണൊക്കെ പല പല ന്യൂസുകളാണ്. കേരളത്തിൽ ചേരാത്ത നിരക്കാത്ത രീതിയിലുള്ള ന്യൂസുകളൊക്കെയാണ് കേൾക്കുന്നത്. ശരി, സമ്മതിച്ചു, അതൊക്കെ നല്ല കാര്യമാണ്. കാരണം ഒരു എന്താ പറയുക, ഒരു അവസാനം ഉണ്ടെങ്കിൽ ഒരു തുടർച്ച ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഹോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കടകളിൽ കൊടുത്തിട്ട് ഈ പിന്നെ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് നമുക്കത് സുലഭമായിട്ട് കിട്ടും ഇഷ്ടം പോലെ. അപ്പോൾ ഇവർക്ക് പിന്നെ എന്താ പറയുക, വിൽക്കാനുള്ള അധികാരമുണ്ടോ അല്ലെ വാങ്ങാനുള്ള അധികാരമുണ്ടോ? ഇതൊക്കെയല്ലേ ആദ്യം ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി അന്വേഷിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. അല്ലാതെ ഇപ്പോൾ ഇവർ കാശ് കൊടുത്തിട്ട് അത് അവർ ഇലക്ട്രീഷ്യൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് കൊടുത്തിട്ട് ഇവർ എല്ലാ പിന്നെ ഫിറ്റിങ്സും അറേഞ്ച്മെൻറ്റും എല്ലാം ചെയ്തിട്ട് ഇവർ അവസാനം ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അഴിച്ചിട്ട് ഇവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എന്താ പറയുക, വിഡ്ഢിത്തരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വിഡ്ഢിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗത മന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ല തീരുമാനം തന്നെയാണ്, അതിനോട് എനിക്ക് നല്ല യോജിപ്പുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ KSRTCയുടെ മുന്നിലൊരു കുപ്പി വെള്ളം വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ ഡ്രൈവറെ വേറെ ഏതോ ഭാഗത്തേക്ക് മാറ്റി. അപ്പോൾ അതൊക്കെ പൊട്ടത്തരാണ്. അപ്പോൾ അതാദ്യം KSRTCയുടെ പിന്നെ ഉള്ളിലേക്ക് കയറിയ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മൂക്ക് വെക്കും ചില ബസ്സുകളിൽ മാത്രം കേട്ടോ. അതിപ്പോൾ ദീർഘദൂര ബസ്സുകളുണ്ട്, ഇവിടെ പാലക്കാട് കോഴിക്കോട് ബസ്സിലോടുന്ന ബസ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആദ്യം വൃത്തിയാക്കേണ്ടത്. ഇവിടെ മണ്ണാർക്കാട് ഇപ്പോഴുള്ള ആളുകളൊന്നും കാര്യമായിട്ട് വൃത്തിയാക്കണില്ല. വെറുതെ ശമ്പളം വാങ്ങാനായിട്ട് മാത്രം ആണ് ഇവിടെയുള്ള ആൾക്കാർ പിന്നെ പണിയെടുക്കണമെന്ന് പറയില്ല, പണിയെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും പോരായ്മ കാണില്ല. അപ്പോൾ അതൊക്കെയാണ് ഗണേഷ് കുമാർ സാർ ആദ്യം ഒന്ന് അന്വേഷിക്കേണ്ടത്. പിന്നെ യാത്രക്കാരോട് ഇവരെങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അതൊക്കെ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ആ ഒരു ബസ് പോകണ്ട, അതിൻ്റെ ഏകദേശം വൃത്തി കണ്ടാൽ തന്നെ നമുക്കത് ഈ യാത്രക്കാരൊക്കെ കയറുന്നതന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, സർക്കാരിനോട് കാട്ടുന്ന ഏറ്റവും വലിയൊരു ഔദാര്യമാണ്. കാരണം ഇതിപ്പോൾ വിജയിക്കണം എന്ന് കരുതിയിട്ടല്ല ആളുകൾ ഇതിൽ കയറുന്നത്. എന്തൊക്കെ എന്താ പറയുക, ആദ്യം പറഞ്ഞ പോലെ റേഞ്ച് പോയ മൊബൈലിൻ്റെ പോലെ അവരത് കയറി കൂടുകയാണ്. അല്ലാതെ ഇപ്പോൾ ഇവർക്ക് അതിൽ കയറണം. ശരിക്കും പറഞ്ഞാൽ ഏതൊരു യാത്രക്കാരനും കയറാൻ ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രൈവറ്റ് ബസ് തന്നെയാണ്. കാരണം അതിലെ യാത്രക്കാരോട് ഇവരത്ര മോശമായിട്ട് പെരുമാറാറില്ല. പിന്നെ ചിലതായ ഇപ്പോൾ മലപ്പുറത്തും അതേപോലെ ഇവിടെ 2-3 സ്ഥലത്ത് നമ്മൾ കേട്ടു പിന്നെ യാത്രക്കാരിയോട് മോശമായി പെരുമാറി എന്നുള്ളതൊക്കെ. പിന്നെ കള്ളക്കേസ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, എന്തായാലും പറയുക, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു കുട്ടി 44 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കയറിയിട്ട് കോളേജ് 35 കിലോമീറ്റർ ഇപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കള്ളക്കേസ് കൊടുക്കണ്ടായി. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയ കളിയാണത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് തിരിച്ചും മറിച്ചും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഗണേഷ് കുമാർ സാർ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ കുറേ വണ്ടികളെ ഹോൺ അഴിച്ചു മാറ്റിയിട്ട് അവർ കാശ് കൊടുത്തിട്ട് അവർ ഫിറ്റാക്കിയിട്ട് ഇത് നിങ്ങൾക്ക് അഴിക്കാൻ എന്ത് അധികാരമുള്ളത്? ഒരു അധികാരമില്ല. അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തോൽവി. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാതെ അതിൽ വേറെ നമുക്ക് പ്രത്യേകിച്ചും പറയാനൊന്നുമില്ല. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ശബരിമല സ്വർണം ചെമ്പാക്കിയതിൻ്റെ കാര്യങ്ങൾ. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അതിപ്പോൾ ഇതിനൊന്നും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ സർക്കാരാണ് ശരിക്കും നമ്മുടെ എന്താ പള്ളി പൊട്ടനാക്കണത്, കഴുതകളാക്കണത്. അപ്പോൾ സർക്കാരിന് അറിയാം. അത് ദേവസ്വം ബോർഡിൻ്റെ അറിവോട് കൂടിയിട്ടാണ് അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കാർ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ടും പറ്റിക്കുകയാണ്. പറ്റിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേറൊന്നും പറയണ്ട എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ പറ്റിച്ചിട്ട് ഈ സർക്കാർ എങ്ങനെ എവിടെ എത്തും എന്ന ഓരോ അറിവും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുക എന്നല്ല, അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എന്താ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ പിന്നെ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ
പെട്ടെന്ന് നമ്മുടെ കേരള പോലീസ് മണിക്കൂർ കൊണ്ട് പിടിക്കുന്ന ഓരോരോ കേസുകളുണ്ട്. ആ കേസുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ സ്വർണം ചെമ്പാക്കിയ ആളുകളെ എന്താണ് പിടിക്കാൻ ഇത്ര പ്രശ്നം? ഓരോ ആളുകളിങ്ങനെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ എന്താ പറയുക, പണിക്കർ ഈ രാശി നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണോ സംശയമുണ്ട്. എന്താണ് ഇത്ര മടി ആളുകളെ പിടിക്കുക? മറ്റുള്ള കേസുകളിലൊക്കെ കേരള പോലീസിന് ഭയങ്കര എന്താ പറയുക ഊർജ്ജവും തൻ്റെയാണ്. അപ്പോൾ ഈ ആളുകളെ പിടിക്കാൻ നമ്മുടെ കേരള പോലീസിന് കഴിവില്ലാണ്ടാണോ അതോ കേരള പോലീസിൻ്റെ അഭിമാനം ചോർത്താണോ എന്നാണ് ഇപ്പോൾ ഞാൻ ചോദിക്കാറ്. രാവിലെ തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം നല്ല തിരക്കാണ്. ഈ തിരക്ക് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഈ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഒരു പരിഷ്കാരം എന്ന് പറഞ്ഞത് മുട്ടിയില്ല തൊട്ടില്ല എന്ന രീതിയിലാണ് ഇവിടെ പോകുന്നത്. കാരണം ഒക്കെ ഒരു അകലം പാലിച്ച് പോകണം എന്നുള്ളത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആളുകൾ പറഞ്ഞു കൊടുക്കണല്ലോ. അതാണ് ഇത്രയും എന്താ പറയുക പ്രയാസകരമായിട്ട് വാഹനം ഓടിക്കണം. ഒക്കെ എന്താ പറയുക തലങ്ങും വിലങ്ങും പോകുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന ആളുകൾക്ക് എന്താ പറയുക അതിൻ്റെ ഡിസ്റ്റൻസ് പാലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അവർ പോണ മാതിരി ചിലപ്പോൾ നമ്മളും പോവും. ഇപ്പോൾ ഒരു 100 തക്കാളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 തക്കാളി ഉണ്ടെങ്കിൽ അതിലൊരു തക്കാളി ചീഞ്ഞു പോയാൽ ബാക്കി എല്ലാ തക്കാളിയും ചീയില്ലേ? അതേപോലെ തന്നെ കേട്ടോ. ഇവിടെ കോടതിപ്പടി എന്നല്ല, പൊതുവെ ഏതൊരു ജംഗ്ഷനിലും കാണുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകേണ്ട വാഹനങ്ങൾ റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവർ ആദ്യം പ്ലാൻ ചെയ്താൽ മതി, എനിക്ക് ഇടതുവശത്തേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ വലതുവശത്തേക്കാണ് പോകേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്താൽ ആ പ്രശ്നം വിട്ടു. പിന്നെ അവിടെ തട്ടാനും മുട്ടാനും സൈഡ് അങ്ങനെ വരുത്താനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഡ്രൈവിങ്ങിൽ. പിന്നെ ഇടതുവശത്തേക്കൂടെ കൂടുതൽ പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞത് നമ്മുടെ എന്താ പറയുക ബൈക്കുകാരനെയാണ്. അതുപോലെ ഓട്ടോറിക്ഷ ഉണ്ട് ഇല്ല എന്നല്ല, എന്നാലും ശ്രദ്ധിച്ചിട്ട് പോവുകയാണെങ്കിൽ അത്ര കുഴപ്പമില്ല എന്ന് പറയാം. തേണ്ടി നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു പ്ലാനിങ് വേണം. ഇപ്പോൾ നമ്മൾ എന്ത് ആവശ്യത്തിന് പോവുകയാണെങ്കിലും നിങ്ങൾ മാത്രമല്ല അവിടെ വാഹനമായിട്ടുള്ളത്, ഒരുപാട് വാഹനങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ വേണ്ടത്, അവർക്ക് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക മുൻഗണന തന്നെയാണ്. അപ്പോൾ അതില്ലാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അപകടത്തിൻ്റെ പ്രശ്നമല്ല, നമുക്ക് തന്നെ ഒരു പ്രശ്നത്തിൻ്റെ രീതി ഉണ്ടാവും. പിന്നെ ഒന്നാമത് നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് സീബ്ര ലൈന് ക്രോസിങ് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അപ്പോഴത്തെ ഒരു ആവശ്യം ആവുകയാണ്. ഇപ്പോൾ രാവിലെ കണ്ടതുപോലെ അല്ല കേട്ടോ, വൈകുന്നേരം ഇന്നിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദീപാവലി എൻ്റർടൈൻമെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ആളുകൾ ചിലപ്പോൾ പോവായിരിക്കാം അല്ലെങ്കിൽ വരികയായിരിക്കാം. അപ്പോൾ നമ്മുടെ ഹിജാബ് എന്ന് പറഞ്ഞ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അത് നീറി പുകയാണ്. അപ്പോൾ ഇവർക്ക് ഇവരുടേതായ രീതിയിലാണ് പോയാൽ പോരെ. ഇനിയിപ്പോൾ അവിടെ സ്കൂൾ പഠിപ്പിക്കണ്ട, അത് വലിയ തെറ്റൊന്നുമില്ല. വേറെ ഒരു സ്കൂളുണ്ട്, അല്ല വേറെ ഏതെങ്കിലും നല്ല പഠിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുട്ടി പഠിക്കുമ്പോഴല്ലേ നല്ല പഠിപ്പാവുക. ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ, ആ കുട്ടിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ കുട്ടി പഠിക്കാതെ ഈ മതത്തിൻ്റെ കാര്യങ്ങളും തലയിൽ മക്കനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്ന ആ കുട്ടിക്ക് ഇനി എങ്ങനെ പഠിപ്പുണ്ടാവുക? അപ്പോൾ ഇതൊക്കെ കുറേ വാർത്താക്കാർ ഊതിപ്പെരിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ സർക്കാരിന് ഇടപെടേണ്ട ഒരു കാര്യമില്ല, അതൊക്കെ വെറുതെയാണ്. സർക്കാർ ഇടപെട്ടിട്ട് ഏതെങ്കിലും ഒരു കേസ് സർക്കാർ നിലനിർത്തിയോ? ഇല്ല. അപ്പോൾ ഇത് വെറുതെ എന്താ പറയുക ഷോ കാണിക്കുക. ഇപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ കാണിച്ച പോലെ വെറും ഷോ ആണത്.
അല്ലാതെ അതിൽ ഒരു കാര്യമല്ല, വെറുതെ ഒരു കാര്യമല്ല. ഇതൊക്കെ ആദ്യം പറഞ്ഞ പോലെ 4 വോട്ടിന് വേണ്ടിയിട്ട് അപ്പ കാണുന്ന ഒരു അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമല്ലേ. അപ്പോൾ അതുപോലെയാണ് ഇപ്പം ഇത് ശരിക്കും ഉള്ളത്. അപ്പോൾ കുട്ടിയുടെ പഠിപ്പാണ് പിതാവിനും മാതാവിനും വേണ്ടത് എങ്കിൽ ആ കുട്ടിയുടെ ആ മതത്തിൻ്റെ കാര്യം ഒഴിവാക്കുക. മതം അല്ല നിങ്ങളെ പഠിപ്പിക്കണത്, അവിടെ അധ്യാപകരാണ്. അപ്പോൾ ആ അധ്യാപകർ പറയണത് ആ സ്കൂളിൻ്റെ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലേക്കല്ല പോണത്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടായിക്കോട്ടെ മതം. ഈ മതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിയിൽ പോയിട്ട് നമ്മൾ ആരാധനാലയങ്ങളിൽ പോയി നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മാത്രമാണ് മതം. ബാക്കിയുള്ളവർക്ക് എവിടെയെങ്കിലും ഒരു മതത്തിനെ പറ്റിയിട്ട് തല്ലുകൂടുന്ന കണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്താ അറിയോ, ഇതും ഒരു തരം രണ്ടാം കടയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. നമ്മൾ ഓരോ ആൾക്കാർക്ക് സൈഡ് കൊടുക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ നേരത്തെ ഇരുട്ടാവുകയാണ്. ഇപ്പോൾ നേരത്തെ ഇരുട്ടാവുകയാണ്. ഈ ഇരുട്ടാവുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരേപോലെയാണല്ലോ. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ തിങ്കൾ തൊട്ടിട്ട് ശനിയാഴ്ച വരെ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും ഒരേപോലെ. കാരണം രാവിലെ സൂര്യൻ ഉദിക്കണു, വൈകുന്നേരം വരെ സൂര്യൻ അസ്തമിക്കണു. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മഴയുണ്ടെങ്കിൽ മഴ ഉണ്ടാവും, ചിലപ്പോൾ വെയിലാണെങ്കിൽ വെയിൽ. ഇതൊക്കെ എന്താണിത്? ഒരു ചേഞ്ച് വേണമെന്നപ്പോൾ ആഗ്രഹിക്കുന്നത്. വേറെ എന്തെങ്കിലും രീതിയിൽ ഈ ദൈവത്തിന് വേറെ എന്തെങ്കിലും ഒന്ന് പിന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു കൊടുത്തൂടെ? എല്ലാ ദിവസവും ഒരേപോലെ, എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല, എന്നാൽ എല്ലാ ദിവസവും ഒരേപോലെയാണ്. എന്താണ് ഇങ്ങനെ? അല്ല, ദൈവം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ദിവസം പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിരീശ്വരവാദി പോലും അറിയാതെ ദൈവമേ എന്ന് വിളിക്കാനൊരു സമയമുണ്ട്. അപ്പോൾ ഈ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെതായ ഒരു കാര്യങ്ങൾ മാത്രമാണോ ദൈവത്തിന് വേണ്ടത്? കുറച്ചൊക്കെ ദൈവം ഒരു അത്ഭുതം കാണിച്ചുകൂടെ എന്നാണ് ഞാനും ഇങ്ങനെ ആലോചിക്കുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ എന്താ പറയുക, വ്യത്യസ്തമായ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ്. അപ്പോൾ അതാണ് അങ്ങനെ. ഇനിയിപ്പോൾ വേറൊന്നും പറയാനല്ല. പിന്നെ റോഡിൽ നിങ്ങൾ പിന്നെ എന്താ പറയുക, പ്രാന്തമായിട്ട് വാഹനം ഓടിക്കരുത്. ഇപ്പോൾ വരുമ്പോൾ കുറേ കണ്ടു എന്നിരുന്നാലും പിന്നെ ലൈൻ ട്രാഫിക് കറക്റ്റായിട്ട് നിങ്ങൾ തെറ്റിക്കാതെ പോവുക. പിന്നെ ഓരോ വേട്ടാവളിയന്മാർ ഇങ്ങനെ വരും തലങ്ങും വിലങ്ങും. അപ്പോൾ നമുക്കിപ്പോൾ അതിനനുസരിച്ച് ഒഴിഞ്ഞു മാറാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഡ്രൈവിങ് ചെയ്യുകയാണെങ്കിൽ പോലും അവർ വന്ന് തട്ടിയാൽ നമ്മളായിരിക്കും പിന്നെ അവിടെ എന്താ പറയുക പ്രതി. അവർ പിന്നെ ഭയങ്കര എന്താ പറയുക അങ്ങനത്തെ ആൾക്കാരാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് പറയുകയാണെങ്കിൽ നമുക്ക് നാളെ പറയാം എന്തോ. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ ഈ 10 മിനിറ്റുള്ള സമയം കഴിഞ്ഞു. പള്ളി ആരപ്പം ഈ സമയത്ത് പടക്കം പൊട്ടിക്കുന്നോ? ദീപാവലിയാണല്ലോ അല്ലേ? മറന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം.